ഗൈസ്, ഇന്ന് ഞാനപ്പം എനിക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട് ഇവിടെ കൊച്ചിയിലുള്ള വീട്ടിൽ. കുറച്ച് ബാൽക്കണിയിൽ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് അടുക്കി. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് വളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വളം ചാണകപ്പൊടിയാണ്, കുറച്ച് എന്തൊക്കെയോ വേറെ മിക്സ് ചെയ്തിട്ടുള്ള എന്ത് പരിപാടിയാണ്. പൂവൊക്കെ പെട്ടെന്ന് കായ്ക്കും. അപ്പം അത് മിക്സ് ചെയ്യുക, എല്ലാത്തിനും ഒന്ന് ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇന്ന് അങ്ങനെ കുറച്ച് നേരം ചെടികൾക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാണ്ട് തീരുമാനിച്ചിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് കത്രിക വർക്കാവാഞ്ഞിട്ട് വേറെ കത്രിക എടുക്കാൻ പോയതാണത്. അങ്ങനെ ഇത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ, വൈകുന്നേരം, ചെടിത്തോട്ടം, അങ്ങനെ ഒരു വൈബ് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കുറച്ച് ചെടിയുള്ള എല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ആദ്യം പൂ വിരിയുന്നതൊക്കെ കുറവാണ്, എന്നാലും ഞാൻ എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പണ്ട് മുതലേ എനിക്ക് ചെടീനോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ വീട്ടിലും നാട്ടിലെ വീട്ടിലൊക്കെയാണ് ഒത്തിരി ചെടിയുണ്ട്. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേയൊക്കെ സെറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കുറേ ചെടികൾ, പിന്നെ ടൗണിൽ നിന്നൊക്കെ പറിക്കും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഓരോന്നിനും ഈ സംഭവം ഇട്ട് കൊടുക്കും. അങ്ങനെ പുറത്ത് നല്ല അസലായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഞാനത് ഇട്ട് തീർത്തു. പിന്നെ ആ സൈഡിൽ ഒരു കറിവേപ്പില ചെടിയുണ്ട്, പിന്നെ മുല്ലയാണ്, പിന്നെ ഏതോ ഒരു ഇൻഡോർ പ്ലാന്റാണ്. പിന്നെ ഈ സൈഡിൽ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ നിറയെ ചെടികൾ വെച്ചേക്കുക. വെയിലടിച്ചിട്ട് ചട്ടി ഡാമേജ് ആവുന്നുണ്ടായിരുന്നു, ചെടിയൊക്കെ പെട്ടെന്ന് കരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം സ്റ്റെപ്പിൻ്റെ മുകളിലെടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം മഴ പെയ്തപ്പോൾ ചെടി നനയാൻ വേണ്ടി എല്ലാം എടുത്ത് താഴോട്ട് വെക്കുവാണ്. കറ്റാർവാഴയുണ്ട്, പിന്നെ കുറേ ചെടികൾ ഈ സൈഡ് അങ്ങനെ നീളത്തിൽ മൊത്തം ചെടിയുണ്ട്. പിന്നെ കുറേ മണി പ്ലാന്റ് ഞാൻ അതിലൂടെ മൊത്തം നിറയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. പകുതിയോളം ആയിട്ടുണ്ട്, ഇനി ബാക്കി സെറ്റ് ചെയ്യണം. അങ്ങനെ ചെടിച്ചട്ടി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയ മണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഒന്ന് മഴയും കൂടെ നനഞ്ഞപ്പം ഇപ്പം ഏകദേശം അവിടെ തുടയ്ക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഞാൻ തുടച്ചു. സൈഡിലൊരു ചെരുപ്പിൻ്റെ ബോക്സാണ്, അങ്ങനെ അവിടെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് മഴയുണ്ട് പുറത്ത്. മഴ പെയ്യുമ്പോൾ പിന്നെ സെറ്റായിട്ടെല്ലാം വളരും. കറിവേപ്പിലക്കകത്ത് ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഇടാറുണ്ട്. ഫുഡ് വേസ്റ്റും വളമായിട്ട് ഇടാറുണ്ട്. അങ്ങനെ അത് സ്റ്റെപ്പും കൂടെ സെറ്റ് ചെയ്തു. കൊച്ചു ബാൽക്കണി, അങ്ങനെ അത് സെറ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും മെയിനായിട്ട് എപ്പോഴും ഫുൾ ടൈം ഞാൻ തുടച്ചുകൊണ്ടിരിക്കലാണ്. എനിക്കതാണ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ 2 തുടയും കൊടുക്കും നല്ലതെടുത്തിട്ട്. ഈ ചെടിയിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ചെടിയിൽ നല്ല പൂ വിരിയുന്നൊരു സംഭവമാണ്. അതോ എപ്പോഴെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറെ വീഡിയോ എടുത്ത് സെറ്റാകണം. ഇതിപ്പം കുറച്ചായുള്ളൂ പറിച്ചുകൊണ്ട് വന്നിട്ട്. അതൊക്കെ ടൗണിൽ നിന്ന് പറിക്കുന്നത് അതൊക്കെ. അങ്ങനെ അതങ്ങ് സെറ്റ് ചെയ്തു, വളമിട്ടു. നല്ല അസൽ മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഞാൻ ആസ്വദിക്കാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം മഴയെ ആസ്വദിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഡ്രസ്സ് ജസ്റ്റ് ഒരു കിടന്നുറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ആ ഒരു മൂഡാണ്. ചെടീനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് കെയർ ചെയ്യാറില്ല. ഇനി എന്നെ കെയർ ചെയ്ത് തുടങ്ങണം എനിക്ക്. അങ്ങനെ ഓപ്പോസിറ്റിലെ മാവേൽ നിറയെ മാങ്ങയുണ്ട്, സെറ്റാണത്, അത് പറിക്കണം. ഇതാണ് എൻ്റെ കൊച്ചു ബാൽക്കണി. ഇനിയും ഉണ്ട്, 3 ബാൽക്കണിയുണ്ട്. പക്ഷെ ഇവിടെ മാത്രമാണ് ഞാൻ ചെടി നട്ടിട്ടുള്ളൂ. മഴ പെയ്ത കാരണം പഴയ ഓർമ്മകളിലോട്ടൊക്കെ ഞാനിങ്ങനെ പോകാൻ തോന്നി. അത് ബേലി അപ്പം കൂടെ വന്നു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. നമ്മൾ വിചാരിക്കും ചെടി നോക്കുമെന്ന്, പക്ഷെ അല്ല. ഞാൻ വളമിട്ടല്ലോ, ചാണകപ്പൊടി, അതിൻ്റെ കേസ് പിടിക്കാണ്ട് വന്നതായിരിക്കും. അങ്ങനെ ഇതാണ് എൻ്റെ കറിവേപ്പില, മുല്ല, പിന്നെ ഇതെന്തോ ഒരു ചെടി, ഇതൊക്കെ എന്തൊക്കെയോ എല്ലാം ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നൊന്നുമില്ല, കാണുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ അങ്ങ് പറിച്ചുകൊണ്ട് വരും. കിട്ടുന്നതൊക്കെ മൊത്തം പച്ചപ്പാക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ അത് സെറ്റ് ചെയ്തു. നല്ല മഴയും പെയ്തു. ഡെയിലി മഴ ആസ്വദിക്കുന്നു. ഞാനതൊക്കെ ഇങ്ങനെ പകർത്തി. അമ്മേ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ഡേ പോയത്. ഡെയിലി ചാണകപ്പൊടി എടുക്കുന്നതാണ്. നൈസായിട്ട് മണത്ത് നോക്കി ഒരു കടിയായിരിക്കും.